ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് പൊട്ടുകടല ചമ്മന്തിയാണ് കേട്ടോ. പൊട്ടുകടല മാത്രം വെച്ചിട്ട് തേങ്ങയില്ല അതില്. അതെങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കുക. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ പൊട്ടുകടല. ഇതിൽ നമ്മൾ ഒട്ടും തേങ്ങ ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ്. ഇപ്പൊ തേങ്ങക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പൊ ഇത് പൊട്ടുകടല ഇഷ്ടമുള്ളവർ ആണെങ്കിൽ ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ പൊട്ടുകടല ചട്നി ഉണ്ടാക്കാനായിട്ട് സ്റ്റവ് കത്തിച്ചു കൊടുക്കുക. ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സവോളയും പച്ചമുളകൊക്കെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു ടീസ്പൂണിൽ കൂടുതൽ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പച്ചമുളകാണ് ഇടുന്നത്. ഇതൊന്ന് ചതച്ചിട്ട് ഇടുക കേട്ടോ. അങ്ങനെ ചതച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒക്കെ മൂപ്പിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഹൈയിലേക്ക് ഇട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിയും. അപ്പോൾ സിമ്മിലിട്ടിട്ടൊക്കെ വഴറ്റി എടുക്കണം. അങ്ങനെ ഇനി നമുക്കിതിലേക്ക് ഒരു 4 വെളുത്തുള്ളി ചേർക്കും. വെളുത്തുള്ളി ഒരു 4-5 ചെറുതായ കാരണമാണ് ഒരു 4-5 ഒന്നിൻ്റെ കളറ് കറുപ്പ് കളറാവരുത്. കറുപ്പ് കളറായിട്ടുണ്ടെങ്കിൽ ചട്നിക്ക് ആ കളർ വരും. നല്ല വെളുത്ത കളറായിരിക്കില്ല. നമുക്കൊരു 2 കറിവേപ്പില കൂടി ഇടാം. കൂടുതൽ കറിവേപ്പില ഇടണ്ട, 2 ഇട്ടാൽ മതി. നമുക്കിതെടുക്കാം. ഇനി നമുക്കൊരു ചെറിയ സവോള അരിഞ്ഞിടാം. ചെറിയ സവോളയാണ് കേട്ടോ. കളർ മാറാതെ ഇങ്ങനെ വഴറ്റിയെടുക്കണം കേട്ടോ. സവോളയുടെ കളർ മാറാതിട്ട് അപ്പൊ നമുക്കിത് എടുക്കാം. സവോള എടുക്കുക. ഇതേമാതിരി ഇങ്ങനെ വഴറ്റിയെടുക്കുക കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറെടുക്കാം. അപ്പം ഞാനൊരു കയ്യിൽ ഇതിന് പൊട്ടുകടല എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1.25 കയ്യിലെടുക്കുക. നമ്മളൊരു 1.25 കയ്യിൽ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ വറുത്ത് വച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പച്ചമുളക്, വെളുത്തുള്ളി, സവോള, 2 കറിവേപ്പില. ഇനി നമുക്കിത് ഒന്ന് ആദ്യം പയ്യെ അരച്ചെടുക്കുക. എന്നിട്ട് പിന്നെ വെള്ളം ചേർത്തിയാൽ മതി, അല്ലെങ്കിൽ അരയാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കുക. നമുക്കിതുപോലെ അരഞ്ഞിട്ടുള്ളൂ. ഇത് നന്നായിട്ട് അരഞ്ഞിട്ടില്ല. നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരയ്ക്കണ്ട, ഒരു തരിതരിപ്പ് വേണം. അതുവരെ അരച്ചാൽ മതി. നന്നായി വെണ്ണ പോലെ അരയണ്ട, ഒരു തരിതരിപ്പായിട്ട്. അപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനൊരു തരിതരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വറുത്തിടാം. നമുക്ക് ഈ ചീഞ്ചട്ടിയിൽ തന്നെ കടുക് വറുത്തിടാം.
നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ചമ്മന്തി ഈ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്ക് കടുക് വറുത്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൊട്ടുകടല ചട്നി ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നല്ല ചൂടുള്ള ഇഡ്ഡലിയിലേക്ക് നമ്മൾ ചട്നി ഒഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ.